ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോയമ്പിൻ്റെ 28-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്ത മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഥാർത്ഥ ശിഷ്യൻ. വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടാണ് യഥാർത്ഥ ശിഷ്യനെ കുറിച്ച് പറയുക. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അന്ന് പലരും വന്ന് എന്നോട് ചോദിക്കും, കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ വ്യാജ പ്രവാചകന്മാരായി നിലനിന്നുകൊണ്ട് അത്ഭുതങ്ങളും ഭൂതോച്ചാടനങ്ങളും ഒക്കെ ചെയ്യാം. പക്ഷെ ദൈവം അവരെ അറിയുന്ന പോലുമില്ല. ഇതൊരു വലിയ ദുരന്തമാണ്, ഇതൊരു വലിയ ആപത്താണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ തന്നെ വ്യാജ പ്രവാചകന്മാരായി നിലനിന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വചനഭാഗത്തിന് അർത്ഥം ഇല്ലാതെ വരും. കാരണം അന്ന് നിങ്ങൾ എന്നോട് പലരും ചോദിക്കും, കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അങ്ങനെയുള്ളവരെ തേടി നമ്മൾ പോയിട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ്, എത്രയോ ആൾദൈവങ്ങളാണ് നമ്മുടെ ചുറ്റും. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. ആൾദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. വലിയ നമ്മുടെ ഭാവി പ്രവചിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും പറയുന്നു. അപ്പോഴേക്കും നമ്മൾ അവരെ സിദ്ധന്മാരായിട്ട് കാണുന്നു. നിങ്ങളുടെ വീട് പ്രശ്നം, വീടിൻ്റെ മുറി പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ്. പൊട്ടു തൊട്ടാൽ പാപം, ഓണം ആഘോഷിച്ചാൽ പാപം, സെറ്റ് സാരി ഉടുത്താൽ പാപം, നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ പാപം, മരിച്ചു പോയവരുടെ ഫോട്ടോ നമ്മുടെ വീട്ടിലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ. എന്നതെല്ലാമാണ്. ഇതെല്ലാം വിശ്വസിക്കുന്ന കുറേ അധികം ആൾക്കാർ വ്യാജ പ്രവാചകന്മാരാണ്. ദൈവം നമുക്ക് ഈ വിശുദ്ധ കുർബാനയോടും കുമ്പസാരത്തോടും സന്ധ്യാപ്രാർത്ഥനയോടും ഈ ആത്മീയ രീതികളോടൊക്കെ ചേർന്ന് നിന്നാൽ നമുക്കൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. എന്താ പറയുന്നത്, സെറ്റ് സാരി ഉടുത്തു കഴിഞ്ഞാൽ, യോഗ ചെയ്ത് കഴിഞ്ഞാൽ എന്നതാ പറയുന്നത്, യോഗ ചെയ്ത് കഴിഞ്ഞാൽ പാപമാണെന്നൊക്കെ പറയുന്നവരോട് നമ്മൾ എന്നതാ പറയുന്നത്? ഓണം ആഘോഷിക്കാൻ പാടില്ല, അവിയലുണ്ടാക്കാൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടു, അവിയലുണ്ടാക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ലോകത്തെ, എനിക്ക് തോന്നുന്നു ഓരോ വർഷം ചെല്ലുന്തോറും നമ്മളിങ്ങനെ ഹൃദയം ഇങ്ങനെ കുഞ്ഞാക്കി. എന്നാൽ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. എത്ര പേരാ അവരുടെ പുറകെ പോകുന്നത്. എന്നിട്ടോ ആരോഗ്യം പോയി, പൈസയും പോയി. എല്ലാം പൈസയാണ്, പിരിവാണ്, ശക്തമായ പിരിവുകളാണ്. അപ്പം പ്രത്യേകം ഓർത്തേക്കണം, കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുക പോലുമില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയാണ്. ഭീകരമാണ്. സത്യസന്ധമായ ആത്മീയത, സത്യസന്ധമായ ധ്യാനങ്ങൾ, സത്യസന്ധമായ നിലപാടുകൾ, ഇതെല്ലാം ഇന്ന് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണെന്ന് ഒന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കണം. ആരാ ദൈവത്തിൻ്റെ കൂടെ, ആരാ ദൈവത്തിൻ്റെ കൂടെ അല്ലാത്തത് എന്നറിയാൻ വലിയ പാടാണ്. ഒറ്റ കാര്യമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ കരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ മുറിപ്പാടുകളുണ്ട് എങ്കിൽ, അവിടുന്ന് രക്തം വരുന്നു എങ്കിൽ, അധ്വാനത്തിൻ്റെയും ചെറുതാകലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ അടയാളങ്ങൾ അവരുടെ കൈകാലുകളിലുണ്ട് എങ്കിൽ, കൃഷിയോടും പ്രകൃതിയോടുമൊക്കെ ചേർന്നാണ് അവർ ജീവിക്കുന്നതെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ലാളിത്യമുണ്ട് എങ്കിൽ ക്രിസ്തു ചൈതന്യത്തിൽ ആണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അല്ലാതെ ഏറ്റവും മുന്തിയ കാറുകളിലും ഏറ്റവും വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് ആത്മീയതയുടെ പേരും പറഞ്ഞ് നടക്കുന്ന വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ നിങ്ങളെ വഴിതെറ്റിക്കും. ഒന്നുമല്ലാത്ത സാഹചര്യങ്ങളിൽ അവർ നിങ്ങളെ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. 28-ാം ദിവസത്തിന്റെ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുപോലെ യോഗ മാറ്റി വിരിക്കുക, വജ്രാസനത്തിൽ ഇരിക്കുക, കൈകൾ കൂട്ടിപ്പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവകാശം പുറത്തേക്ക് വിടുക. മറ്റെല്ലാ ചിന്തകളും മറന്ന് ഈശോയെ മാത്രം മനസ്സിലോർത്ത്, ഈശോയെ, ഞാൻ ഇന്ന് പരിശീലിക്കുന്ന യോഗയിലൂടെ കൂടുതൽ ആരോഗ്യവും നന്മയും ആയുസ്സും ശ്രദ്ധയും ഏകാഗ്രതയും സ്വഭാവത്തിന്റെ നന്മകളും എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പരിശീലനത്തിൽ അല്പസ്വല്പം വേദനകൾ ഉണ്ടാകാം,
പ്രയാസങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട പറയുന്നു. പത്രോസിന്റെ 1 ലേഖനം 4:1. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട പറയുന്നു. ഈ ചിന്തകളോടെ ഞങ്ങൾ പരിശീലിക്കട്ടെ. കർത്താവെ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കൈകൾ അറിയുക, മുഖത്ത് ചൂടുക. നമ്മൾ ഇന്നലെ ഷോൾഡർ പെയിൻ മാറാനുള്ള പരിശീലനം നമ്മൾ കണ്ടു. അതോടൊപ്പം ഇന്നും അതിന്റെ ബാക്കി എന്നോണം ഒരു 1-2 പരിശീലനങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇതുപോലെ വജ്രാസനം ധരിക്കുന്നു, 2 കൈകളും ഇതുപോലെ വിരിച്ചു പിടിക്കുന്നു. എന്നിട്ട് വലത് കൈപ്പത്തി വിരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്തുന്നു. താഴേക്ക് വരുമ്പോൾ 2 കൈപ്പത്തികൾ മാറി മാറി തിരിക്കണം. എക്സേൽ കണ്ടു. അപ്പോൾ ഇത് കമഴ്ത്തി, ഇത് മലർത്തി. വീണ്ടും ഇൻഹേൽ, ഉയർത്തുന്നു. എക്സേൽ, ഇൻഹേൽ, തിരിക്കുന്നു. എക്സേൽ, ഇൻഹേൽ, അതേ പൊസിഷൻ ഉയർത്തുന്നു, തിരിക്കുന്നു. എക്സേൽ, ഇൻഹേൽ, തിരിക്കുന്നു. എക്സേൽ, ഇൻഹേൽ, തിരിക്കുന്നു. എക്സേൽ. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് കൈകൾ റബ്ബ് ചെയ്യുക, ചൂട് കൊടുക്കുക. വീണ്ടും രണ്ടാമത്തെ പരിശീലനം, നിങ്ങൾ 2 കൈകളും പുറകിലേക്ക് കൊണ്ടുവരിക. പുറകിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കണം കൈ ഇരിക്കേണ്ടത്. അതായത് 2 തള്ളവിരലും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിക്കണം. കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കൈകൾ ഇതുപോലെ ഒരു കൈയുടെ ഉള്ളിലേക്ക് അടുത്ത കൈ വെക്കുന്നു, തള്ളവിരൽ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വജ്രാസനത്തിൽ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ. അതിനുശേഷം കൈകൾ പുറകിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ പ്രാക്ടീസ് ആണ്. ഇതുപോലെ വജ്രാസനം ഇരിക്കുന്നു, കൈകൾ പുറകിലേക്ക് വെച്ചു, തള്ളവിരൽ കൂട്ടിച്ചേർത്ത് പിടിച്ചു. എന്നിട്ട് കണ്ടോ, 2 കൈകൾ ഇതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഫ്ലാപ്പിംഗ് മൂവ്മെന്റ്. ഇതുപോലെ കണ്ണുകൾ അടയ്ക്കുക. ഈ കൈകൾ, അപ്പൊ ഷോൾഡറൊക്കെ നല്ല ടൈറ്റ് ആകും, ചെറിയൊരു വേദനയൊക്കെ തോന്നും. പേടിക്കേണ്ടതില്ല. ആ കൈ എപ്പോഴും ആ തള്ളവിരൽ ഇങ്ങനെ മുട്ടിയിരിക്കണം. 2 തള്ളവിരലുകൾ മുട്ടിയിരിക്കണം. ഈ കൈ മുൻപോട്ട് പുറകോട്ട്, മുൻപോട്ട് പുറകോട്ട്, അതുപോലെ ചലിപ്പിക്കുക. ഇതും ഒരു 10-15 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോഴേക്കും ഷോൾഡറിനൊക്കെ ഒരു ചെറിയ വേദന തോന്നും. അതിനുശേഷം പയ്യെ 2 കൈകളും റിലീസ് ചെയ്യുക, കൈകൾ അപ്പ് ചെയ്യുക, ചൂട് കൊടുക്കുക. അതിനുശേഷം 3ാമത്തെ പരിശീലനം ഇതാണ്. നിങ്ങളുടെ വലത് കൈ തറയിൽ കുത്തണം. തറയിൽ കുത്തി ഇടത് കൈ ഇതുപോലെ ഉയർത്തി കൈപ്പത്തി തിരിച്ച് ചെവിയോട് ചേർത്ത് ഇത് കണ്ടോ, വലത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. വലത് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ കൈ മടങ്ങാൻ പാടില്ല. കൈ നിവർന്നിരിക്കണം. ശരീരം ഇതുപോലെ ബെൻഡ് ചെയ്ത് പിടിക്കുക. അല്പം. എന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഈ കൈ മടങ്ങരുത്. അതിനുശേഷം സാവകാശം നേരെയാവുന്നു. ഈ കൈ പയ്യെ തിരിക്കുന്നു, താഴേക്ക് താഴ്ത്തുന്നു. ഇത് ശരീരത്തെ തറയോട് ചേർക്കുക, കൈ. അപ്പോൾ ശരീരം അല്പം ബെൻഡ് ചെയ്യും. അതിനുശേഷം ഈ കൈ ഉയർത്തുന്നു, കൈപ്പത്തി തിരിക്കുന്നു, ചെവിയോട് ചേർക്കുന്നു. ഇതുപോലെ അങ്ങ് ബെൻഡ് ചെയ്യുക. ഈ കൈ മടക്കിയേക്കരുത്, 2 കൈ മടങ്ങരുത്, ബെൻഡ് ചെയ്യുക. എന്നിട്ട് കണ്ണടയ്ക്കുക, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക്. ഒരു 15-20 കൗണ്ട് വരെ ഇതേ പൊസിഷൻ നിൽക്കുക. അതിനുശേഷം വീണ്ടും നേരെയാവുന്നു, നല്ല സ്ട്രെച്ച് കൊടുക്കുക, കൈകൾ താഴേക്ക് താഴ്ത്തുക, കൈപ്പത്തി തിരിക്കുക, ശരീരത്തോട് ചേർക്കുക, കൈ റബ്ബ് ചെയ്യുക, ചൂട് കൊടുക്കുക. അപ്പോൾ ഈ 3 പരിശീലനവും നമ്മുടെ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം 2 കൈകളും ഇതുപോലെ ഫ്രണ്ടിലേക്ക് നീട്ടിപ്പിടിച്ച് കൈവിരലുകളൊന്ന് ചുരുട്ടുക, നിവർത്തുക ചെയ്യുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ അങ്ങ് മാറിപ്പോകും. ചിലപ്പോൾ കൈകളുടെ ഷോൾഡറിലൊക്കെ ഒരു പെയിൻ കാണും, അതൊക്കെ അങ്ങ് മാറാൻ അത് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടെ പരിശീലനങ്ങൾ ചെയ്ത് മുന്നോട്ട് യാത്രയാവുക. കൈകൾ കൂട്ടിപ്പിടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.